ഹലോ ഗൈസ്, അറിവിന്റെ തമ്പുരാൻ സാക്ഷാൽ ശങ്കരാചാര്യർ തവം വരുന്ന സമുദ്രനിരപ്പിൽ നിന്നും 1343 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുടജാത്രി മലനിരകൾ കാണുവാനാണ് ഇന്നത്തെ പ്ലാൻ. മൂകാംബികയിൽ എത്തിയിട്ടുന്ന രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ ഒരു 6:30 ആയപ്പോഴേക്കും ഞങ്ങളെല്ലാം റെഡിയായി അമ്പലത്തിലേക്ക് പോയി. വെളുപ്പിനെ ആയതുകൊണ്ട് തന്നെ വലിയ ക്യൂ ഒന്നും ഇല്ലാതെ നല്ലതുപോലെ തൊഴാൻ സാധിച്ചു കേട്ടോ. തൊഴുതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിന്റെ പിന്നിൽ കൂടെ പുറത്തേട്ട് പോകുമ്പോഴാണ് കേട്ടോ ഈ രഥം കാണുന്നത്. അല്പനേരം രഥം നോക്കി അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കുടജാത്രി ട്രെക്കിങ്ങിനാണ്. കുടജാത്രി ട്രെക്കിങ്ങിന് പോകാൻ കൊല്ലൂർ മൂകാംബിക അമ്പലത്തിന്റെ അവിടെ നിന്നും ജീപ്പ് സർവീസ് ഉണ്ട് കേട്ടോ. 8 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു ജീപ്പിന് എൻട്രി ഫ്രീ ഉൾപ്പെടെ പെർ ഹെഡ് 530 രൂപയാണ് ചെലവ് വരുന്നത്. പോകുന്ന വഴി ഇതുപോലൊരു ചെക്ക് പോസ്റ്റിന്റെ അടുത്തെത്തുമ്പോൾ എൻട്രി ഫ്രീയും കൊടുത്ത് പിന്നെ പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ 100 രൂപ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അടച്ചിട്ട് വേണം കുടജാത്രിയിലേക്ക് പ്രവേശിക്കാൻ. കൂടാതെ പോകുന്നവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. പിന്നെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന കുപ്പി തിരികെ താഴെ വരുമ്പോൾ കാണിച്ചാൽ ഈ 100 രൂപ തിരികെയും തരുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് ട്രിപ്പ് തന്നെ ആയിരുന്നു കേട്ടോ ഇത്. ഏകദേശം 3/4 മണിക്കൂർ ഈ രീതിയിൽ തന്നെയുള്ള അഡ്വഞ്ചർ യാത്രയായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് നല്ല നല്ല വ്യൂ പോയിന്റുകൾ കാണാനും സാധിച്ചു. കയ്യെത്തും ദൂരത്ത് ദേവിയുടെ കുങ്കുമപ്പൊട്ട് പോലെ ഉയർന്നു വരുന്ന പ്രഭാത സൂര്യനെയും പുലർക്കാല കാഴ്ചകളും കാണാൻ വരുന്നവരുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. അതും ഏറെ പ്രായം ചെന്നവർ. ഇവിടെ നിന്നാണ് സർവജ്ഞ പീഠത്തിലേക്കുള്ള കാൽനട ആരംഭിക്കുന്നത്. ഇത് 2 രീതിയിലാകാം. ഒന്നെങ്കിൽ ജീപ്പ് ഡ്രൈവർ അനുവദിച്ചിരുന്ന 1.5 മണിക്കൂർ സമയത്തിനകം ഓടിപ്പോയി സർവജ്ഞ പീഠം കണ്ട് വിശ്രമമില്ലാതെ തിരിച്ചു പോകാം. അല്ലെങ്കിൽ കർണാടക സർക്കാരിന്റെ ഗസ്റ്റ് ഹൗസിൽ തങ്ങി പിറ്റേന്ന് സമയമെടുത്ത് എല്ലാം കണ്ട് മലയിറങ്ങാം. രണ്ടാമത്തേതാണ് നല്ല തീരുമാനമെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 1.5 മണിക്കൂർ കൊണ്ട് എല്ലാം കണ്ട് തീർത്ത് മലയിറങ്ങി. തിരികെ ഞങ്ങൾ ഏകദേശം 3:30 ആയപ്പോഴേക്കും റൂമിലെത്തി. പിറ്റേ ദിവസം വെളുപ്പിന് 1:45 ഞങ്ങൾക്ക് റിട്ടേൺ ട്രെയിൻ ഉള്ളത്. നേരത്തെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് ആ കാര്യം സുഖമായി നടന്നു.